പാപ്പൂസിന്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ മദ്രസയ്ക്കുള്ളത്. അപ്പോൾ പാപ്പൂസിന്റെ പർദ്ദയും മഫ്തയൊക്കെ നമുക്ക് വാങ്ങണം. അപ്പോൾ അത് പോയിട്ട് വാങ്ങിയിട്ട് വരാം. ഞാനും പാപ്പൂസും കൂടിയിട്ട് ഒന്ന് മാപ്രമിൽ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടുന്ന് കുഴപ്പമില്ല, പർദ്ദ കുറച്ച് വലുതാണ്, നമുക്ക് അത് അടിച്ച് സെറ്റാക്കാം. പിന്നെ മഫ്തയും കുഴപ്പമില്ല കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ മഫ്ത ഇട്ട് നോക്കുമ്പോഴാണ് പാപ്പൂസിന്റെ മുടിയൊക്കെ കംപ്ലീറ്റും പുറത്താണ്, ചപ്രത്തല പോലെയല്ലേ. അപ്പോൾ നമുക്കൊന്ന് മുടിയും വെട്ടാം കേട്ടോ. അപ്പോൾ അത് പോകുന്ന പോക്കിൽ നമുക്ക് വെട്ടാം. ഇനി അടുത്ത പാപ്പൂസിന് ചെരുപ്പ് വാങ്ങണം, പെട്ടെന്ന് അഴിച്ചു വെക്കാൻ പറ്റിയ പോലെയുള്ള ചെരുപ്പ് വാങ്ങണം. ഇനി ചെരുപ്പ് വാങ്ങിയിട്ട് ഇനി നമുക്ക് എവിടെ പോവാ, മുടി വെട്ടാൻ പോവാം കേട്ടോ. മുടി നമുക്ക് ബോയ് കട്ട് ചെയ്യാന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. വീട്ടിൽ പോയി പറഞ്ഞ റിയാക്ഷൻ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ബോയ് കട്ട് ചെയ്യാം. പാപ്പൂസ് ഭയങ്കര എക്സൈറ്റ്മെന്റിലുണ്ടാ. മുടി വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ മുടി വെട്ടാൻ പോകുന്നത്. ഫസ്റ്റ് അവൾ പറഞ്ഞു കുറച്ച് വെട്ടിയാൽ മതി പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു സ്കൂൾ തുറക്കുമ്പോഴൊക്കെ സെറ്റ് ആവും, നമുക്ക് ബോയ് കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബോയ് കട്ടൊക്കെ ചെയ്യാം. ഇതാണ് പാപ്പൂസിന്റെ ഇപ്പോഴത്തെ ലുക്ക്. വൃത്തിയുണ്ട് അല്ലേ? അതായത് ആ ചപ്രത്തല പോയപ്പോൾ നല്ല വൃത്തിയൊക്കെ ആയിട്ടുണ്ട്, നല്ല കുട്ടിയായിട്ടുണ്ട്, ഒരു ആൺകുട്ടി ലുക്കൊക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇതാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത്. കാരണം എന്താണെന്ന് പറയുമ്പോൾ അവളുടെ ആ മുടി ഭയങ്കര ബോറായിരുന്നു. അതായത് എത്ര നമ്മൾ ചെവി വൃത്തിയാക്കിയാലും അത് പിന്നെയും ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല, നല്ല റിയാക്ഷനൊക്കെ ആയിരുന്നു. മുടി വെട്ടിയ ശേഷമാണ് പാപ്പൂസ് പറയുന്നത് ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ നമ്മൾ ഇനി ഐസ്ക്രീമും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവാം. പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. വീടെത്തിയപ്പോഴാണ് ഓർക്കുന്നത് നമ്മൾ ബാഗ് വാങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ തനിയെ പോയിട്ട് ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഡബിൾ സൈഡ് തൂക്കുന്ന ബാഗൊന്നും കിട്ടിയില്ല, ഇവിടെ അടുത്തത്തെ കടയിൽ നിന്നാണ്. അപ്പോൾ എല്ലാം സെറ്റ്, ഒന്ന് നേരം വെളുത്ത് കിട്ടിയാൽ മതി പറഞ്ഞിട്ടാണ് പാപ്പൂസ് നിൽക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് മദ്രസയിൽ പോണതിന്റെ. പിന്നെ നാളെ വിഷു ആയിട്ട് ചക്ക കിട്ടിയില്ല എന്നും വേണ്ട കേട്ടോ. അത് നേനിയെ ചക്ക തന്നിട്ടുണ്ട്, അപ്പോൾ അതും കഴിച്ചു. പിന്നെ ഇനി പടക്കം പൊട്ടിച്ചില്ല എന്നും വേണ്ട, കമ്പിത്തിരി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പിത്തിരിയും പൊട്ടിച്ച് ഇനി നാളെ നമുക്ക് മദ്രസയിൽ നിന്ന് കാണാം. രാവിലെ വിളിക്കുമ്പോഴേക്കും ആളെ എണീറ്റു കേട്ടോ. ആളെ സിധു വിളിച്ചു വിട്ടു പാപ്പൂസിനെ. അങ്ങനെ സിധുവും പാപ്പൂസും കൂടി മദ്രസയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മദ്രസയിൽ നിന്ന് ബലൂണും ചോക്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. 4 ഫ്രണ്ട്സിനെ കിട്ടിയെന്നാണ് പറയുന്നത്. ഇനി ആ 4 ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ബൈ.